നമസ്കാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. AV നാച്ചുറൽ ലൈഫ് എന്ന ഈ ചെറിയ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ 12 ദിവസങ്ങളായി നോക്കാൻ കഴിയാതിരിക്കുകയും അതിൻ്റെ മദർ കോളനിയിൽ റാണി നഷ്ടപ്പെടുകയും പുതുതായൊരു റാണി ഉണ്ടാവുകയും ചെയ്ത ഒരു കൂട് 7 ദിവസങ്ങൾക്ക് ശേഷം ഏഴാമത്തെ ദിവസം പരിശോധിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. തേനീച്ച കൃഷിയുമായി ബന്ധപ്പെട്ട് ഞാൻ വ്യവസ്ഥാപിതമായി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും പഠിച്ചവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 4 മാസത്തോളമായി തേനീച്ച വളർത്തലാണ്. അപ്പോൾ ഈ കൂട് തുറന്ന് നോക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ പരിമിതമായ അറിവിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റ് വീഡിയോകൾ കാണുന്നതോടൊപ്പം തന്നെ എൻ്റെ ഈ വീഡിയോകൾ കാണുകയും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രചോദനം ലഭിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി തേൻ അടകളെല്ലാം ഒന്ന് താഴേക്ക് വയ്ക്കാം. ഈച്ചകൾക്ക് അസ്വാസ്ഥ്യം സൃഷ്ടിക്കാതെ വളരെ മെല്ലെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇതാണ് റാണിയും മറ്റുമൊക്കെ ഇരിക്കുന്ന താഴത്തെ ചേംബറിലെ ബോട്ട് ചേംബറിലെ അവസ്ഥ. ധാരാളം തേനീച്ചകളുണ്ട്. ഓരോന്നായി നമുക്ക് പരിശോധിക്കുകയാണ്. പുക ഇതുവരെയും കൊടുത്തിട്ടില്ല. അല്പം പുക കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, അടകൾ ഏതാനും ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി ഒരു അടയെടുക്കുകയാണ്. അത് ഈച്ചകളൊന്നും തന്നെ ഇല്ല, അറകളൊന്നും കെട്ടാത്തൊരു അടയാണ്. ഓക്കെ, അത് നമുക്ക് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് വയ്ക്കാം. അടുത്തതായി അവർ കെട്ടിക്കൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള അടകളും റാണിയെ നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ കഴിയുമെന്ന് കരുതുന്നു. പുതിയ റാണിയാണ്. എല്ലാ മാതൃ റാണി നഷ്ടപ്പെട്ടു പോയി. ഓരോ അടകളായി നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. ഇതാണ് പുതുതായി കെട്ടി വരുന്ന ഒരു അടയാണിത്. പുതുതായി തേനീച്ചകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒരടയാണ്.
ക്യൂൻ ഉണ്ടോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് കഴിയുന്നില്ല. എന്നാലും കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെയും കൂടി ഞാനിത് കാണിക്കാൻ ശ്രമിക്കാം. ഒരു പുതിയ റാണി വന്ന ശേഷമുള്ള അടയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിലേക്ക് നമുക്ക് നിക്ഷേപിക്കാം. ശേഷം മറ്റ് അടകൾ കൂടി ഒന്ന് നമുക്ക് പരിശോധിച്ച് ചെറിയ പുക കൊടുക്കുമ്പോൾ ഈ ഈച്ചകൾ അല്പം മാറുകയും അക്രമ സ്വഭാവം അല്പം കുറയുകയും ചെയ്യും. വളരെ സ്പീഡ് കുറച്ച് ഏറെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മേഖലയാണത്. സ്പീഡ് അധികം കൂടുകയോ അശ്രദ്ധമാവുകയോ ഈച്ചകളുടെ ദേഹത്ത് തട്ടുകയോ ചെയ്താൽ എല്ലാം ആക്രമിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതുപോലെയാണ് ഈച്ചയുടെ അവസ്ഥകൾ. അപ്പോൾ ഈ തരത്തിലാണ് നമ്മുടെ തേനീച്ച കോളനിയുടെ അവസ്ഥകൾ. അപ്പോൾ ഓരോന്നായി ഇനി പരിശോധിക്കണം. അതുപോലെ പുതിയ റാണിയാണ്. അപ്പോൾ കൂടുതൽ ഇതിൽ സഹായിക്കാനാരും തന്നെ ഇല്ല വീഡിയോ ചിത്രീകരണത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും നിർത്തുകയാണ്. റാണിയെ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളൊന്നുകൂടി കാണിക്കാൻ ശ്രമിക്കാം. നിങ്ങളെല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ചാനൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഓക്കെ.